എല്ലാവർക്കും നമസ്കാരം. മറുനാടൻ മലയാളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് സംഗമേശ്വരൻ അയ്യർ മാണിക്യം. നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്നത് ഇന്റർനാഷണൽ സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. അദ്ദേഹം ഒരുപാട് ഇന്റർവ്യൂകൾ ഇതിനു മുന്നേ കൊടുത്തിട്ടുണ്ട്. പല വിഷയങ്ങളിലും കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമല്ല ഉദ്യോഗസ്ഥ തലത്തിലടക്കം മന്ത്രിതലത്തിലടക്കം ഇദ്ദേഹത്തെയാണ് കോൺടാക്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. സാർ നമസ്കാരം, വെൽക്കം ടു മറുനാടൻ. നമസ്കാരം മനുജ, നമസ്കാരം ടു മറുനാടൻ ഫാമിലി. സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 2017 മുതൽ എപ്പോ സംസാരിച്ചാലും വിവാദമാകുന്ന വിഷയങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ അത്രയധികം മാധ്യമ ശ്രദ്ധ വേണ്ടതും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുമായ വിഷയമായിരുന്നു ഒരു നടിക്ക് നേരെയുണ്ടായ അതിക്രമം. ഈ അതിക്രമവുമായി ബന്ധപ്പെട്ട് നമ്മൾ 2017, 2018 ഈ വർഷങ്ങളിലെല്ലാം ഇപ്പോഴും ഇപ്പം അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ സമയത്താണ് നടി രാഷ്ട്രപതിക്ക് ഒരു കത്തയക്കുന്നു. തന്റെ പീഡന ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന മെമ്മറി കാർഡ് അതിൽ ആളുകൾ അനധികൃതമായി ഉപയോഗിച്ചതും മാറ്റിയെന്നടക്കമുള്ള ഒരുപാട് വിവാദ പരാമർശങ്ങൾ വരുന്നു. അതിന്റെ ഹാഷ് വാല്യൂയിൽ വേരിയേഷൻസ് വരുന്നു എന്ന വാർത്തകൾ കേൾക്കുന്നു. ഈ ഹാഷ് വാല്യൂ എന്താണ് എന്നുള്ളത് അത്യാവശ്യം ഇത് ഫോളോ ചെയ്ത് നമുക്ക് മനസ്സിലായി. എന്നാലും സാധാരണക്കാരായ ആളുകൾ കൂടി കാണുന്ന ഇതാണ്. എന്താണ് ഹാഷ് വാല്യൂ? ഇത് മാറ്റാൻ പറ്റുമോ? നടിയുടെ കേസിൽ എന്താണ് സംഭവിച്ചത്? ഒന്ന് വിശദീകരിക്കാം. തീർച്ചയായും. അപ്പോ ഹാഷ് വാല്യൂ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഫോറൻസിക്സിൽ ഒരു ഇന്റഗ്രിറ്റി, അതായത് അതിന്റെ ഒരു നിശ്ചിതമായ ഒരു അളവ് രേഖപ്പെടുത്തുന്ന ഒരു ടെക്നിക്കാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, അതായത് ഒരു കണക്കിന്റെ ഒരു ഫോർമുലയിൽ കൂടി നമ്മൾ ആ ഒരു ഫയലിന്റെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു നിശ്ചിത അളവിലുള്ള ആൽഫ ന്യൂമറിക്, അതായത് എ മുതൽ സെഡ് വരെയും 0 മുതൽ 9 വരെയുമുള്ള അക്കങ്ങളും അക്ഷരങ്ങളും ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ഫിക്സ്ഡ് ലെങ്തിലുള്ള ഒരു നമ്പറാണ് ഈ ഹാഷ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഹാഷ് വാല്യൂ രണ്ട് തരം. എന്തിനാണ് നമ്മൾ ഹാഷ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫയല് നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ടാമ്പർ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ഒരു ഉപാധി കൂടിയാണ് ഹാഷ് വാല്യൂ എന്ന് പറയുന്നത്. രണ്ട് തരം ഹാഷ് വാല്യൂ ഉണ്ട്. ഒരു ഫയലിന് ഉള്ള ഒരു ഹാഷ് വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡോ അല്ലെങ്കിൽ USB പെൻ ഡ്രൈവോ അതിലുള്ള ഫയലുകളുടെ മൊത്തത്തിലുള്ള ഒരു ഹാഷ് വാല്യൂ, അത് വോള്യൂമാണ്. വോള്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുറി പോലെയാണ്. അപ്പോൾ ആ മുറിയുടെ അകത്തുള്ള സാധനങ്ങളെല്ലാം കൂടി കണക്ക് കൂട്ടിയിട്ട് അതിന്റെ ഒരു ഹാഷ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് വോള്യത്തിന്റെ ഹാഷ്. അപ്പോൾ ഇതില് ഈ മെമ്മറി കാർഡിന്റെ പ്രോബ്ലം വന്നപ്പോഴാണ് എല്ലാവർക്കും ഒരു സംശയം വന്നത്, ഇനിയിപ്പോ ഒറിജിനൽ ദൃശ്യങ്ങളാണോ ടാമ്പർ ചെയ്തിട്ടുള്ളത് അതോ മെമ്മറി കാർഡാണോ ടാമ്പർ ചെയ്തത് എന്ന് സംശയം വന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഹാഷ് വാല്യൂ ഡിജിറ്റൽ ഫോറൻസിക്സിൽ നമ്മളൊരു ഡിജിറ്റൽ തെളിവ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇന്റഗ്രിറ്റി പ്രിസർവ് ചെയ്യുന്നത്, അതായത് അത് ആരാലും മോഡിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല, എങ്ങനെയാണോ തെളിവായി സ്വീകരിച്ചത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്ന് കോടതിക്ക് മുമ്പാകെ അല്ലെങ്കിൽ ഒരു നിയമവ്യവസ്ഥയ്ക്ക് മുമ്പാകെ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ഉപാധിയാണ് ഹാഷ് വാല്യൂ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ടെക്നിക്കൽ ടേമാണ് ഹാഷ് വാല്യൂ എന്നുള്ളത്. പക്ഷെ അതിന്റെ പുറകിലുള്ള ഒരു മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഒരു കണക്കിന്റെ ഒരു ഫോർമുലയാണ് ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ നടന്ന വിവാദത്തിൽ എന്താണ് സംഭവിച്ചത്? അവർ ആരോപിക്കുന്നത് എത്ര കണ്ട് ശരിയാണ്? എന്താണ് ഉണ്ടായത് ഹാഷ് വാല്യൂ വിവാദവുമായി ബന്ധപ്പെട്ട്? അതെ, അത് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ 2017 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഞാൻ നിയമവശങ്ങളിലേക്ക് പോകുന്നില്ല, അതിന്റെ ടെക്നിക്കൽ സൈഡ് മാത്രം. അതിന്റെ ടെക്നിക്കൽ സൈഡാണ് ഞാൻ പറയുന്നത്. 2017 ഈ മെമ്മറി കാർഡ് കോടതിയിൽ എത്തുന്നത്, ഒരു കസ്റ്റഡിയിൽ എടുത്ത കോടതിയിലെത്തി അതൊരു തെളിവായി രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ ശരിക്കുള്ള ഒരു പ്രൊസീജിയർ അനുസരിച്ച് ഇത് ഫോറൻസിക് സയൻസ് ലാബ് FSL തിരുവനന്തപുരത്തേക്ക് പോവുകയും ഈ മെമ്മറി കാർഡ് അയക്കുകയും ആ മെമ്മറി കാർഡ് കിട്ടിയ ശേഷം 2017 അതിന്റെ ഹാഷ് വാല്യൂ ഓട്ടോമാറ്റിക്കായി കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ ഒരു കോൾഡ് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് അല്ലെങ്കിൽ ഒരു ജെറോക്സ് കോപ്പി എടുക്കുന്ന പോലെയാണ്. അതിന്റെ ഒരു ഇമേജ്, അതിന് തത്തുല്യമായ ഒരു ഇമേജ്, അതായത് വേറൊരു മെമ്മറി കാർഡ് ഉണ്ടാക്കുന്ന പോലെ ഇതിലത്തെ കണ്ടന്റ്സ് മുഴുവൻ വേറെ ഒരു ഡിവൈസിലേക്ക് ആക്കി സൂക്ഷിച്ചു വെക്കും. അതൊരു സ്റ്റോറേജിൽ സൂക്ഷിച്ചു വെക്കും. അപ്പൊ കോൾഡ് ഇമേജ് എടുത്ത ശേഷം അതിന്റെ ഹാഷ് വാല്യൂ, രണ്ട് രീതിയിലുള്ള ഹാഷ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ഒന്ന്, ആ മെമ്മറി കാർഡിലെ വോള്യൂം, അതായത് മൊത്തത്തിലുള്ള ഫയൽ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഫയലുകളുടെ എല്ലാം ഹാഷ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് രേഖപ്പെടുത്തി സൂക്ഷിക്കും. അതുപോലെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള, അതായത് ഓരോ ഫയൽസും, ഇപ്പൊ ആ മെമ്മറി കാർഡിൽ ഒരു 300 ഫയൽസ് ഉണ്ടെങ്കിൽ ആ 300 ഫയൽസിന്റെ ഹാഷ് വാല്യൂം രേഖപ്പെടുത്തി സൂക്ഷിക്കും. അപ്പൊ ഇതാണ് 2017 നടന്നത്. എന്നിട്ട് 2020 ഏതോ ഒരു കോടതി നടപടി, ആരുടെയോ ഒരു, എനിക്ക് തോന്നുന്നത്
പ്രോസിക്യൂഷനോ ഡിഫൻസിന്റെയോ ഒരു റിക്വസ്റ്റിന്റെ ഭാഗമായി ഇതിന്റെ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ രണ്ടാമത് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, 2020 മനസ്സിലായത് 2018 2 തവണ ആക്സസ് നടന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ ആക്സസ് നടന്നത് 2018 ജനുവരിയിലും 2018 ഡിസംബറിലുമാണ് ഇതിന്റെ ആക്സസ് നടന്നിട്ടുള്ളത്. ഇതിനെ നമുക്ക് അൺഓതറൈസ്ഡ് ആക്സസ് അല്ലെങ്കിൽ ഇല്ലീഗൽ ആക്സസ് എന്ന് പറയാം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയായി പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു റൈറ്റ് ബ്ലോക്കർ, അതായത് ഒരു മെമ്മറി കാർഡിലേക്ക് നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ചില ഫയൽസ് ഒക്കെ നമ്മുടെ മെമ്മറി കാർഡിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എഴുതപ്പെടും. അത് നമ്മുടെ ഫോണിന്റെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെയോ ഒരു ഫീച്ചറാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇൻബിൽറ്റ് ആയിട്ട് അപ്പൊ ആ മെമ്മറി കാർഡിന്റെ വോള്യത്തിന്റെ ഹാഷ് മാറും എന്നുള്ളത് കൊണ്ട് സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ അനുസരിച്ച്, അതായത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റെപ്സ് അനുസരിച്ച് ഒരു റൈറ്റ് ബ്ലോക്കർ, അതായത് ഒന്നും എഴുതാൻ പറ്റാതെ റീഡ് ചെയ്യാൻ മാത്രം കഴിവുള്ള ഒരു ഹാർഡ്വെയർ ഡിവൈസ് ആണ്. ആ ഹാർഡ്വെയർ ഡിവൈസിലേക്ക് കണക്ട് ചെയ്ത ശേഷമാണ് ഇത് മൊബൈലിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ ഒക്കെ കണക്ട് ചെയ്യാനുള്ളത് എന്ന് നിയമപരമായി നിഷ്കർഷിച്ചിട്ടുണ്ട്. അതായത് ദാറ്റ് ഈസ് എ ലീഗൽ അപ്രോച്ച്, സ്റ്റാൻഡേർഡ് അപ്രോച്ച്. അപ്പൊ അത് ചെയ്യാതെ ഈ മെമ്മറി കാർഡ് യൂസ് ചെയ്തത് കൊണ്ടാണ് ഈ 2 ഫയൽസോ ഫോൾഡേഴ്സോ ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും 2 തവണ ആക്സസ് നടന്നു. അതായത് നിയമപരമായി അല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയമപരമായി ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ബ്ലോക്കർ യൂസ് ചെയ്യും. അപ്പൊ റൈറ്റ് ബ്ലോക്കർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് വേറെ ആക്സസ് ഒന്നും ഉണ്ടാവില്ല, വോള്യത്തിന്റെ ഹാഷ് ഒന്നും മാറില്ല. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ ചെയ്യേണ്ടത്. അപ്പൊ ഇത് 2018 2 തവണ ആക്സസ് നടന്നിട്ടുണ്ട് എന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് 2022 വേറൊരു കോടതി നടപടിയുടെ ഭാഗമായി ഇതിന്റെ ഹാഷ് വാല്യൂ മൂന്നാമത് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴാണ് 2021 ഏതോ ഒരു ദിവസം, എനിക്ക് ഡേറ്റ് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല, പക്ഷെ ഉച്ചയ്ക്ക് 12:15 മുതൽ 12:45 വരെ ആക്സസ് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തി. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നമ്മൾ നോക്കുമ്പോൾ 3 തവണ ഹാഷ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 2017 ഒരു ഹാഷ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു കസ്റ്റഡിയിൽ എടുത്തപ്പോൾ, 2020 ഒരിക്കൽ കാൽക്കുലേറ്റ് ചെയ്തു, 2022 ഒരിക്കൽ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ 3 തവണ മിനിമം ആക്സസ് നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തി. അത് FSLന്റെ റിപ്പോർട്ടിൽ, ഫോറൻസിക് സയൻസ് ലാബിന്റെ റിപ്പോർട്ടിൽ തീർച്ചയായിട്ടും പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെയാണ് പ്രശ്നം വരുന്നത്. അതായത് ഒരു വാദി അല്ലെങ്കിൽ ഒരു കംപ്ലൈനന്റ്, അപ്പൊ പ്രോസിക്യൂഷന്റെ സൈഡിൽ നിന്നുള്ള ഒരു പ്രശ്നം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെമ്മറി കാർഡ് ആര് ആക്സസ് ചെയ്തു, എന്തിന് ആക്സസ് ചെയ്തു? ബിക്കോസ് ഇത് ആക്സസ് ചെയ്തിരിക്കുന്ന സമയങ്ങൾ ഒരിക്കൽ ഒഴിച്ച് ബാക്കിയൊക്കെ രാത്രിയാണ്. 9:58 10:58 രാത്രി സമയങ്ങളിലാണ് ആക്സസ് നടന്നതായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഫയൽസ് ഇതിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇത് ആക്സസ് ചെയ്തു എന്ന് വന്നു കഴിഞ്ഞപ്പോൾ അതൊരു പ്രൈവസിയുടെ പ്രശ്നം കൂടിയായി മാറാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇപ്പൊ ഒരു വാദി പറയാണ്, അതായത് ഇപ്പൊ എന്റെ ചില പ്രൈവറ്റ് ആയിട്ടുള്ള ദൃശ്യങ്ങൾ അതിലുണ്ട്, അല്ലെങ്കിൽ കേസിന് ആസ്പദമായ ഈ നടി രാഷ്ട്രപതി സമക്ഷം കൊടുത്തിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. എന്റെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലാണ് അത് മാറാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു തന്നെയാണല്ലോ. അതെ, റൈറ്റ് ടു പ്രൈവസി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടികളിൽ ഒന്നാണ്. അപ്പോ പ്രൈവസി എന്നുള്ളത് എല്ലാ സിറ്റിസൺസിനും അവകാശപ്പെട്ട ഒരു കാര്യം കൂടി കൊണ്ടായതായിരിക്കാം അവരങ്ങനെ തീർച്ചയായിട്ടും ഒരു പരാതി കൊടുത്തത്. പക്ഷെ ഇതിൽ വേറൊരു ടെക്നിക്കൽ ചാലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫയൽസ് ചോർന്നിട്ടുണ്ട് ചോർന്നിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലോഗ്സ്, അതായത് അതിലേക്കുള്ള തെളിവുകൾ ഈ മെമ്മറി കാർഡിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കാരണം ഈ മെമ്മറി കാർഡ് ഏത് ഫോണിലാണോ അല്ലെങ്കിൽ ഏത് കമ്പ്യൂട്ടറിലാണോ യൂസ് ചെയ്യുന്നത്, ആ സിസ്റ്റംസ് കണ്ടുപിടിച്ചാൽ മാത്രമേ ഇതിൽ എന്താണ് നടന്നത് എന്ന് ഒരളവ് വരെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതിലും വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ എന്റെ ലൈൻ ഓഫ് വർക്കിൽ ഞങ്ങൾ പറയുന്നത് ഡേറ്റ എക്സ്ഫിൽട്രേഷൻ എന്നാണ്. അതായത് ഡേറ്റ ചോർത്തൽ എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പൊ ഡേറ്റ ചോരുന്നത് പല രീതികളിൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഈ മെമ്മറി കാർഡ് ഒരു മൊബൈലിലിട്ടു, അതിനുശേഷം ആ മൊബൈലിൽ ഈ ഡിവൈസിൽ ഈ മൊബൈലിൽ വീഡിയോസ് ഒക്കെ പ്ലേ ചെയ്ത ശേഷം വേറൊരു മൊബൈലോ അല്ലെങ്കിൽ വേറൊരു ക്യാമറയോ യൂസ് ചെയ്ത് അത് റെക്കോർഡ് ചെയ്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലോഗ്സ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞാലുള്ള ഒരു ചാലഞ്ച്. അപ്പോ ചോർന്നിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും തരത്തിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. സ്ക്രീൻ റെക്കോർഡോ മറ്റേതെങ്കിലും ഡിവൈസ് വെച്ച് അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രതിസന്ധി വരും, അതിൽ തെളിവുകൾ ശേഖരിക്കുന്നതിനല്ലേ?
അതെ, തീർച്ചയായും. അതില് ഇപ്പോ നമുക്കത് തുറന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതായത് ഏതൊക്കെ രീതികളിൽ ഇത് ചോർത്തപ്പെടാമെന്ന് പറയുന്നത് ശരിയല്ല. ബിക്കോസ് നമ്മൾ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെയും ചെയ്യാമെന്ന് പറയുന്നത് പോലെയാവും. അതുകൊണ്ടാണ് ഞാൻ ആ വഴിക്ക് പോകാത്തത്. പക്ഷെ ഇത് പല രീതികളിലും ചോർത്തപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അത് ഇല്ല എന്ന് ഉറപ്പിച്ച് പറയണമെങ്കിൽ അതിനൊരു അന്വേഷണം നടക്കേണ്ടതാണ്. ഒരു പ്രോപ്പറായ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. പക്ഷെ ഇപ്പൊ ഒരു കാര്യം പകൽ പോലെ വ്യക്തമാണ്, ഇത് ആക്സസ് നടന്നിട്ടുണ്ട്. ആ കാര്യം FSL ഫോറൻസിക് സയൻസ് ലാബിന്റെ റിപ്പോർട്ടിൽ തീർച്ചയായിട്ടും പറയുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ പബ്ലിക് ഡൊമൈനിൽ വന്നിട്ടില്ല. അപ്പൊ അത് കാരണം എനിക്ക് അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഇല്ല എന്ന് തന്നെ പറയാം. ഇൻഫർമേഷൻസ് ലിമിറ്റഡ് ആണ്. ഇതുപോലെ മറ്റേതെങ്കിലും, അതായത് എനിക്കറിയാം സാർ ഒരുപാട് വിഷയങ്ങൾ വ്യക്തികളെയോ സംഭവം ഒന്നും പ്രതിപാദിക്കേണ്ടതില്ല, ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഹാഷ് വാല്യൂ മാറിയത് പിന്നീട് നമുക്കത് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അതൊരു ഒരു പ്രതീക്ഷയായിരിക്കുമല്ലോ സ്വാഭാവികമായി. അതെ, ഇത് തെളിയിക്കാൻ സാധിക്കും എന്ന ഒരു പരിധിവരെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു അന്വേഷണം തീർച്ചയായും നടക്കേണ്ടതാണ്. അതായത് ആരാണ് ആക്സസ് ചെയ്തത്, ഇതിനു മുൻപ് സാർ ഇങ്ങനെ ഇടപെട്ടിട്ടുള്ള എന്തെങ്കിലും, ഞാൻ പറഞ്ഞത് പ്രതിയുടെയോ വാദിയുടെയോ പേര് പറയാതെ അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടോ എന്നാണ്. അങ്ങനെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെമ്മറി കാർഡ് ഇതുപോലെ ഒരു പഴയ ഒരു കേസിൽ കസ്റ്റഡിയിൽ എടുത്തപ്പോൾ ആ മെമ്മറി കാർഡ് കുറെ കാലം കഴിഞ്ഞ്, അതായത് ഒരു 1.5 കൊല്ലമൊക്കെ ആയപ്പോൾ ആ മെമ്മറി കാർഡ് മൊത്തത്തിൽ മാറ്റപ്പെട്ടു. അതായത് ആക്സസ് ചെയ്തു, പക്ഷെ മെമ്മറി കാർഡ് മൊത്തത്തിൽ മാറ്റപ്പെട്ടു. അത് എന്തുകൊണ്ട് മാറ്റപ്പെട്ടു എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ആ മെമ്മറി കാർഡിലെ കാര്യങ്ങൾ ആ സമയത്തുണ്ടായിരുന്ന ഇൻവോൾവ് ആയ ആൾക്കാർ, ഇപ്പൊ വാദിയായാലും പ്രതിയായാലും, അവര് എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി കാർഡിന്റെ സീരിയൽ നമ്പർ അവര് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ കേസിൽ. അപ്പൊ സീരിയൽ നമ്പർ നോട്ട് ചെയ്യാത്ത കാരണം മെമ്മറി കാർഡ് മാറ്റി വേറൊരു മെമ്മറി കാർഡ് വെച്ച് കഴിഞ്ഞാൽ ഹാഷ് വാല്യൂ എന്തായാലും മാറും. സ്വിച്ച് ചെയ്തു. അപ്പൊ അത് കണ്ടുപിടിച്ചത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കസ്റ്റഡിയിൽ എടുത്ത മെമ്മറി കാർഡിന്റെ സീരിയൽ നമ്പർ അവര് ശരിക്കും പറഞ്ഞാൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു രേഖകളിലും അത് ഉണ്ടായിരുന്നില്ല. അപ്പോ കുറെ കാലം കഴിഞ്ഞ്, ഞാൻ ഈ പറഞ്ഞു ഏതാണ്ട് ഒരു കൊല്ലത്തിന് ശേഷം ആ മെമ്മറി കാർഡിന്റെ സീരിയൽ നമ്പർ നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി മെമ്മറി കാർഡ് മാറിയിട്ടുണ്ട്. ആ മെമ്മറി കാർഡിന്റെ സീരിയൽ നമ്പർ വെച്ചിട്ടാണ് ലോകമെമ്പാടുമുള്ള പല ഏജൻസികളും ഈ സീരിയൽ നമ്പർ ഏത് ബാച്ചുള്ള മെമ്മറി കാർഡാണ് മാനുഫാക്ചർ ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഏത് കടയിലാണ് വിറ്റിട്ടുള്ളത്, ആർക്കാണ് വിറ്റത് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം ഇതിനൊക്കെ സീരിയൽ നമ്പർ അങ്ങനെ വെച്ചിട്ടാണ് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നത്. അപ്പൊ ആ കേസിൽ അതൊരു പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവ് തന്നെയായിരുന്നു. ആരാണ് എന്താണെന്നുള്ളതൊക്കെ അവർ പിന്നെ അന്വേഷണത്തിലാണ് കണ്ടുപിടിച്ചത്. ടെക്നിക്കലായിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അന്വേഷണം നടന്നാൽ തീർച്ചയായും കുറെ കാര്യങ്ങൾ കൂടി പുറത്തു വരേണ്ടതാണ്. ഈ ഡിജിറ്റൽ തെളിവുകൾ നമുക്കറിയാം, നമ്മളിപ്പോ എല്ലാ തരത്തിലും അഡ്വാൻസ്ഡ് ആയിട്ടൊരു സമൂഹമാണ്. ഏതൊരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ പോലും ഒരു മൊബൈലും ക്യാമറ ആക്സസും ഉണ്ടാവും, ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടാകും. ദാറ്റ് മീൻസ് നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണെന്ന് തന്നെയാണ്. അപ്പൊ കേസുകളിലെ സ്വഭാവങ്ങൾ മാറും. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു, പോലീസിന് തലവേദന ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് വരുമ്പോ ഡിജിറ്റൽ തെളിവുകൾ, അല്ലെങ്കിൽ പ്രതിയുടെ ലൊക്കേഷൻ, അല്ലെങ്കിൽ പ്രതി അന്ന് ഉപയോഗിച്ച സിം, ഇങ്ങനെ ഇത്തരം ബേസിക് മുതൽ പല രീതിയിലുള്ള തരത്തിലേക്ക് ഡിജിറ്റൽ തെളിവുകളുടെ ഒരു, പക്ഷേ പല ഘട്ടങ്ങളിലും ഈ ഡിജിറ്റൽ തെളിവുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലും, അല്ലെങ്കിൽ ഡിജിറ്റൽ തെളിവുകളുടെ ക്രെഡിബിലിറ്റി അത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നതായി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില കേസുകളിലൊക്കെ. അപ്പം എത്ര കണ്ട് ഈ ഡിജിറ്റൽ തെളിവുകൾ കേസ് വിധി പ്രതിക്ക് അല്ലെങ്കിൽ പ്രതിയായ വ്യക്തിക്ക് അനുകൂലമാക്കുന്നതിൽ വഴിതെളിക്കും? എത്ര ഇമ്പോർട്ടന്റ് ആണ് ഓരോ ഇൻസിഡന്റിലും ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നത്? ഡിജിറ്റൽ തെളിവുകൾ തീർച്ചയായിട്ടും ഒരു കേസിന്റെ, അതായത് ഒരു നിയമത്തിന്റെ ഒരു പാത നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ലീഗൽ സിസ്റ്റത്തിൽ, ഞാൻ ലീഗൽ സിസ്റ്റത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, പക്ഷെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് അനുസരിച്ച് ക്ലിയർ ആയിട്ട് പ്രതിപാദിക്കുന്നുണ്ട് ഇലക്ട്രോണിക് എവിഡൻസസ് ഒക്കെ എങ്ങനെയാണ്. ഇലക്ട്രോണിക് എവിഡൻസസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഡിജിറ്റൽ എവിഡൻസും അതിന്റെ താഴെ വരുന്നതാണ്. അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടത്, ചെയിൻ ഓഫ് കസ്റ്റഡി എന്തായിരിക്കണം, അതിന്റെ ഒരു ലെറ്റർ ഉണ്ട്, അതായത് ഇതൊരു പ്രൂഫായിട്ട് നമുക്ക് സ്വീകരിക്കാമെന്ന് പറയുന്നത്. അതൊക്കെ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. ആ പ്രൊസീജിയേഴ്സ് ഒക്കെ ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഈ ചെയിൻ ഓഫ് കസ്റ്റഡി എന്ന് പറയുന്നത്, നമ്മളൊരു തെളിവ് എടുത്തു കഴിഞ്ഞാൽ, ഇതിപ്പോ നമ്മളൊരു കുറ്റകൃത്യം നടന്ന ഒരു സ്ഥലത്ത് ചെന്നു, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ റിയൽ ലൈഫിലെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മള് ഒരു കത്തിക്കുത്ത് സംഭവം നടന്നു.
അപ്പൊ അവിടെ ഉം. ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി, അതായത് പോലീസ് ചെന്നിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ അവിടെ ഉം. ഉണ്ടായിരുന്ന ഒരു കത്തി ഇവർ തെളിവായി എടുത്തു കഴിഞ്ഞാൽ ആ തെളിവ് എങ്ങനെയാണ് പ്രിസർവ് ചെയ്ത് ഫോറൻസിക് ലാബിൽ ചെന്ന് അനാലിസിസ് ചെയ്ത ശേഷം ആ കത്തി തന്നെയാണോ യൂസ് ചെയ്തത് എന്നുള്ളതിന്റെ ഒരു ലെറ്ററും അതിന്റെ റിപ്പോർട്ടും ഒക്കെ വരുമ്പോഴാണ് ശരിക്കും അത് ഒരു തെളിവായി സ്വീകരിക്കപ്പെടുന്നത്. പക്ഷെ ആ കത്തി എടുത്തു, അത് കഴിഞ്ഞ് ആ കത്തി ഒന്ന് പല ആൾക്കാരെ ഹാൻഡിൽ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ എവിഡൻസിന്റെ ഇന്റഗ്രിറ്റി പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇത് റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെയാണ് ഡിജിറ്റൽ തെളിവുകളും. ഡിജിറ്റൽ തെളിവ് ശരിയായ രീതിയിലല്ല കളക്ട് ചെയ്തത്, ശരിയായ രീതിയിലല്ല പ്രിസർവ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു തെളിവായി സ്വീകരിക്കപ്പെടാനുള്ള സാധ്യത കുറവാണെന്ന് പറയേണ്ടി വരും. അതിന്റെ ലീഗൽ ആസ്പെക്ട്സിൽ ഞാൻ പോകുന്നില്ല, പക്ഷെ അതൊരു തെളിവായി സ്വീകരിക്കണം. അതൊരു തെളിവായി വന്നാൽ മാത്രമേ രണ്ടു ഭാഗത്തിനും, അതിപ്പോ വാദിയായാലും പ്രതിയായാലും. അപ്പോ നമ്മൾ ഈ നിത്യജീവിതത്തിൽ കാണുന്ന പോലെ തന്നെ ഡിജിറ്റൽ തെളിവുകൾ സൃഷ്ടിക്കപ്പെടാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു ഡിജിറ്റൽ തെളിവ് സൃഷ്ടിച്ച ശേഷം ഒരാൾക്ക് എതിരെ ഉപയോഗിക്കാനോ അതിപ്പോ വാദിക്കായാലും പ്രതിക്കെതിരായാലും ഉപയോഗിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ചെയിൻ ഓഫ് കസ്റ്റഡി, ഡിജിറ്റൽ തെളിവുകളുടെ ഇന്റഗ്രിറ്റി, അതായത് ഇത് അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് ചെയ്യപ്പെടുകയോ അൺഓതറൈസ്ഡ് ആയിട്ട് ടാമ്പർ ചെയ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ നിയമത്തിന് മുമ്പിൽ അതിന് സാധുത ഉണ്ടാവുകയുള്ളൂ. മറ്റേതൊരു തെളിവ് പോലെ തന്നെ. ഏതൊരു തെളിവിനെ പോലെ തന്നെയാണ് ഡിജിറ്റൽ തെളിവ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ തെളിവുകൾ ഹാൻഡിൽ ചെയ്യാൻ പ്രത്യേക പരിശീലനം ലഭ്യമായ ആൾക്കാർ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ്. പ്രത്യേക പരിശീലനം കിട്ടിയിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഡിജിറ്റൽ തെളിവ് വൺസ് ഡിസ്ട്രോയിഡ് ഈസ് ഡിസ്ട്രോയിഡ്. അപ്പൊ അതൊരു വല്ലാത്തൊരു നമുക്കങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോ ഒരു ഡിജിറ്റൽ തെളിവ്, മറ്റേതൊക്കെ എന്തെങ്കിലും തൊണ്ടി മുതൽ നമുക്കത് നശിപ്പിച്ചു കളയാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോ പല കേസുകളിലും ഡെഡ് ബോഡി കത്തിച്ചു കളഞ്ഞാൽ പോലും ഇവിടെ എല്ലായിടത്തും നമുക്ക് എന്തെങ്കിലും ഒരു ലുഗോൾ കിട്ടും തെളിവ് ശേഖരിക്കാനൊക്കെ. എന്നാൽ പോലും ഡിജിറ്റൽ തെളിവുകളുടെ കാര്യത്തിൽ അത് പെട്ടെന്ന് തന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ അത് നശിപ്പിക്കാനുള്ള അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ, അതിൽ മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതകൾ കൂടുതലല്ലേ അങ്ങനെ നോക്കിക്കഴിഞ്ഞു? കൂടുതലാണ്. ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ മെമ്മറി കാർഡിന്റെ കേസിൽ തന്നെ അത് ഇത്രയും പ്രമാദമായ ഒരു കേസ് കൂടിയാണല്ലോ. ഇപ്പൊ മെമ്മറി കാർഡ് നമ്മളൊരു തെളിവായി എടുത്തു കഴിഞ്ഞ് അത് ഫോറൻസിക് സയൻസ് ലാബ് FSLലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പല കമ്പ്യൂട്ടറിൽ ഇട്ട് നോക്കി ഇത് എന്തൊക്കെയുണ്ട്, ഇത് ശരിയായ മെമ്മറി കാർഡാണോ ഇട്ട് നോക്കി കഴിഞ്ഞാൽ തന്നെ എവിഡൻസ് ഈസ് പാർഷ്യലി ടാമ്പേർഡ്. അപ്പൊ അത് ഒരു എവിഡൻസ് ആയിട്ട് പിന്നെ കോടതിയിൽ ചാലഞ്ച് ചെയ്യപ്പെടാനുള്ള ചാൻസസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതൊരു വല്ലാത്ത പ്രശ്നം തന്നെയാണ്. കാരണം എടുത്തു കഴിഞ്ഞാൽ ചെയിൻ ഓഫ് കസ്റ്റഡി, ആരാണ് ഇത് കസ്റ്റഡിയിൽ എടുക്കുന്നത്, ഏതൊക്കെ പ്രോസസ്സിൽ കൂടി പോകുന്നുണ്ട്. അതിപ്പോ നമ്മള് എന്താ പറയാ, പല കേസുകളിലും കാണുന്ന പോലെ തന്നെ ഇപ്പൊ ഒരു കത്തിയാണ് ഒരു തെളിവായി എടുത്തതെന്നുണ്ടെങ്കിൽ ആ കത്തി ഒരു തെളിവിന്റെ ബാഗിൽ വെച്ച ശേഷം ഇതൊക്കെ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ. ഫിംഗർ പ്രിന്റ്സ് ഉണ്ടെങ്കിൽ അത് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ DNA അല്ലെങ്കിൽ ബ്ലഡ് അതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രിസർവ് ചെയ്യാനുള്ള പോലെ തന്നെയാണ് ഡിജിറ്റൽ തെളിവുകളും ഹാൻഡിൽ ചെയ്യേണ്ടത്. ഇപ്പൊ നടിയുടെ കേസിലേക്ക് നമുക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ രാഷ്ട്രപതിക്ക് കത്തയച്ചിട്ടുണ്ട്. ഇനിയും ആ നടിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു തലമില്ല, കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തിയുടെ സ്വകാര്യത, വ്യക്തിയുടെ ജീവിതം, തുടർന്നുള്ള ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇത് മെമ്മറി കാർഡിനകത്ത് ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് എന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സ്വാഭാവികമായും അത് തെളിയിക്കാനുള്ള സാഹചര്യങ്ങൾ പരിമിതമാണ്. നമുക്കത് ഏത് തരത്തിലാണ് അതിനെ വിനിയോഗിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ പോലും എത്ര സാധ്യതയുണ്ടെന്നെങ്കിലും പറയാൻ പറ്റും. അതുകൊണ്ട് ചേർത്തിട്ട് നമുക്ക് ഈ നടിയെ ആക്രമിച്ച കേസുമായിലെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട ചർച്ച തീർക്കാമെന്ന്. ഓക്കെ, ഇത് മാറ്റർ സബ്ജുഡിസ് ആണ്. അത് കാരണം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസായത് കാരണം അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നതിലോ സ്പെക്കുലേറ്റ് ചെയ്യുന്നതിലോ അർത്ഥമില്ല. പക്ഷേ ഒരു കാര്യം പറയാം, ഡിജിറ്റൽ തെളിവുകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ആരാണ് ഇതില് മാറ്റങ്ങൾ വരുത്തിയത് എന്ന് അന്വേഷിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് പരിഹാരം ഒരു പരിധിവരെ ആകും. പക്ഷെ എന്നാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോ അതിനകത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഈ റിപ്പോർട്ടിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് ഉൾപ്പെടെ പറയുന്നുണ്ട്. ഇന്നയാളുടെ ഫോണിലിട്ടാണ് ഈ ദൃശ്യങ്ങൾ കണ്ടതെന്നുൾപ്പെടെ പല റിപ്പോർട്ടുകളിലും നമ്മൾ കാണുകയുണ്ടായി. അതുൾപ്പെടെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാവും. അപ്പോൾ പ്രതികൾ എന്ന് സംശയിക്കപ്പെടുന്നത് ആരാണ് ദുരുപയോഗം ചെയ്യുന്നുള്ള സാധ്യതകൾ അവിടെ നിൽക്കുന്നുണ്ട് മനസ്സിലാക്കാൻ. അതിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂവിനെ കുറിച്ചുള്ള FSLന്റെ റിപ്പോർട്ട്. അതിലവർ പറയുന്നത്
ഇന്ന ഡിവൈസിലാണ് ആക്സസ് ചെയ്തത്. ആദ്യം ഒരു വിൻഡോസ് കമ്പ്യൂട്ടറിലാണ് ആക്സസ് ചെയ്തത്, രണ്ടാമത് ഇത് ഒരു ആൻഡ്രോയിഡിലാണ്, മൂന്നാമത് യൂസ് ചെയ്തത് ഒരു വിവോ ഫോണിലാണ് എന്ന് മാത്രമേ അതിൽ പറയുന്നു. അപ്പൊ പബ്ലിക് ഡൊമൈനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിപ്പോർട്ടിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. അപ്പൊ ഇതില് സ്പെക്കുലേഷൻ ചെയ്തുകൊണ്ട് കാര്യമില്ല. ഈ വിവോ ഫോൺ ആരുടേതാണ് നമുക്കിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ ഇങ്ങനെ ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കാം എന്നല്ലാതെ അതിന് പ്രോപ്പറായ ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം അൾട്ടിമേറ്റ്ലി ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് ആണ്, നിയമപാലകരാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ഇത് കസ്റ്റഡിയിൽ ഇരുന്ന ഒരു പ്രോപ്പർട്ടി, ഡിജിറ്റൽ പ്രോപ്പർട്ടി ആയത് കാരണം ആര് ഇൻവെസ്റ്റിഗേഷൻ നടത്തും എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ് പറഞ്ഞ കാര്യങ്ങൾ. നടിയെ ആക്രമിച്ച സംഭവം മലയാളികൾ വളരെ നടുക്കത്തോടെയാണ് കണ്ടത്. അതിൽ ഏറ്റവും ഗുരുതരമായ ആരോപണം ആണ് കഴിഞ്ഞ ദിവസം നടി സുപ്രീം കോടതിയിലും അതുപോലെ തന്നെ രാഷ്ട്രപതിക്കും അയച്ച കത്തിൽ വന്നിരിക്കുന്നത്. ഡിജിറ്റൽ തെളിവുകൾ വളരെ നിർണായകമാണ്, മറ്റേതൊരു തെളിവും പോലെ തന്നെയാണ്. പക്ഷെ അതിലും ഈ പറഞ്ഞതുപോലെ അതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള, അത് തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതകൾ മറ്റേ തെളിവിനെ പോലെ തന്നെ ഇതിനകത്തുണ്ട്. അന്വേഷണം കൃത്യമായ തലത്തിലേക്ക് വ്യാപിപ്പിച്ചാൽ മാത്രമാണ് ഇതിൽ നമുക്ക് എന്തെങ്കിലും നിർണായകമായ, നടിക്ക് അനുകൂലമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയുള്ളൂ എന്നാണ് സർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഒരുപാട് സന്തോഷം മറുനാടനോടൊപ്പം ഈ വിഷയത്തിൽ ചേർന്നതിൽ. താങ്ക് യു സർ. താങ്ക് യു.